ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാള സീസൺ 7 8 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരങ്ങൾ തന്നെ നിലനിൽപ്പിന് വേണ്ടി ഓരോ കണ്ടസ്റ്റന്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 11 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആരൊക്കെ രാജാക്കന്മാരായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, ആരൊക്കെ തകർന്നടിയാൻ തുടങ്ങിയെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആദ്യ മണിക്കൂർ ആദ്യ ദിനം വോട്ടിംഗ് ഒക്കെ പിന്നിടുമ്പോൾ നമ്മുടെ അനീഷേട്ടന്റെ വൻ കുതിപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള അനീഷേട്ടന് വൻ ചലനം തന്നെ വോട്ടിംഗ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. 47,651 വോട്ടുകളുമായിട്ട് അനീഷേട്ടൻ നല്ലൊരു കുതിപ്പ് തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കാനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണല്ലോ അണ്ണനും തമ്പിയും ഇത്തവണ കപ്പ് തൂക്കും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 32,042 വോട്ടുകളുമായിട്ട് ഷാനവാസിക്ക് നല്ല രീതിയിൽ മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ജിസേലിന്റെ മുന്നേറ്റമാണ്. രാത്രി ആതിരേനെ അട്ടിമറിച്ച ജിസേലിന്റെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. 23,726 വോട്ടുകളുമായിട്ട് ജിസേൽ മുന്നേറുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത്. ആതിര കാണിക്കുന്ന ചില മണ്ടത്തരങ്ങൾ തന്നെയായിരിക്കും ആതിരയുടെ വോട്ടിങ്ങിന് ഇടിവുകൾ വരുത്തുന്നത്. 20,487 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ മുന്നേറ്റമാണ്. എന്തൊക്കെയാണൊരു റിയാസ് വന്നതിന് ശേഷം ലക്ഷ്മിയുടെ ഗ്രാഫ് വളരെയധികം ഉയർച്ചയിലോട്ട് പോയി എന്നതിന് തെളിവാണ് പിന്നീട് അങ്ങോട്ടുള്ള വോട്ടിംഗ് ഉയർച്ച. അതോടൊപ്പം തന്നെ മികച്ച ഒരു ഗെയിമർ കൂടിയാണ് ലക്ഷ്മി. 17,024 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ നമുക്ക് 6ാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ജിക്ഷൻ ചേട്ടനെയാണ്. ഒരുപക്ഷെ അക്ബറൊക്കെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കുന്ന നമ്മൾ കരുതിയെങ്കിലും അതുപോലൊന്നും ഉണ്ടായില്ല. 14,337 വോട്ടോട്ട് ജിക്ഷൻ ചേട്ടൻ 6ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അക്ബർ ഖാനെയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. അക്ബർ ഖാനും വേണ്ട രീതിയിൽ ഒരു പ്രേക്ഷക സപ്പോർട്ട് കുറവാണെന്ന് തോന്നുന്നു. അതേസമയം PR-ഉം ഫാൻ സപ്പോർട്ട് ഫൈറ്റുകളിലൊക്കെ അക്ബറും ഷാനവാസും വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 13,895 വോട്ടുകളുമായിട്ട് 7ാമത് നിൽക്കുമ്പോൾ 8ാം സ്ഥാനത്ത് ആര്യനെയാണ് കാണാൻ സാധിക്കുന്നത്. ആര്യനെ നേരിയൊരു വോട്ടിംഗ് തകർച്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 11,082 വോട്ടുകളുമായിട്ട് ഒരുപക്ഷെ ആര്യൻ സേഫായിട്ട് മാറാനുള്ള സാധ്യതയും കാണാൻ സാധിക്കുമ്പോൾ 9ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുന്ന ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത്. ബിന്നിക്കും വോട്ടിംഗ് തകർച്ച നേരിയ തോതിലുണ്ട്. ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ബിന്നി തകരുവോ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് കണ്ടു തന്നെ അറിയാം. 10,756 വോട്ടുകളുമായിട്ടാണ് നിലവിൽ ബിന്നി നിൽക്കുന്നത്. നിലവിൽ 10ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ഈ ആഴ്ച സാവുമാനാണ്. സൗമാനും തന്നെ അറിയാം സൗമാൻ ഡേഞ്ചർ സോണിലോട്ട് പോകുന്നത്. കാരണം ഗെയിമിൽ അത്ര ആക്റ്റീവ് അല്ല, എങ്കിലും പ്രേക്ഷകരുടെ സപ്പോർട്ട് സൗമാനുണ്ട്. 9,317 വോട്ടുകളുമായിട്ട് സൗമാൻ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി 11ാം സ്ഥാനത്ത് അഭിലാഷിനെയാണ് കാണാൻ സാധിക്കുന്നത്. നേരിയ ഡിഫറൻസിലാണ് 8,899 വോട്ടുമായിട്ടാണ് അഭിലാഷ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവർക്കൊക്കെ മികച്ച ഗെയിമുകൾ കളിക്കാൻ ഇനി അവസരമുണ്ട്. കാരണം വെള്ളിയാഴ്ച വരെ വോട്ടിംഗ് അവസാനിക്കാൻ സമയമുള്ളതുകൊണ്ട് തന്നെ വലിയ ചലനങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഗെയിമറുടെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം പലർക്കും വോട്ടിംഗ് തകർച്ചകളും പലരുടെ മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കുക, നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ആരൊക്കെ വോട്ടിംഗ് വൻ കുതിപ്പുകൾ സ്വന്തമാക്കുന്നു, വൻ തകർച്ചകൾ നേരിടുന്നതൊക്കെ നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നേരിയ ഡിഫറൻസുകൾ ഇതിന് വരാം. എങ്കിലും ഇവരുടെയൊക്കെ പൊസിഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ട് രേഖപ്പെടുത്തി ആരാണ് മികച്ച ഗെയിം കളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയാണോ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് അവർക്ക് നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.